ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു മുസ്ലിം എന്ന നിലയിൽ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ്. പൂർണ്ണമായ ഇസ്ലാമിക അറിവുകളുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തുടർന്നു പോരുന്ന എൻ്റെ ശീലങ്ങളും വിശ്വാസങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. രാവിലെ എണീറ്റ് ബെഡൊക്കെ വിരിച്ച ശേഷം ഞാൻ വീട്ടിലെ കതകും ജനാലകളുമൊക്കെ തുറന്നിടാറുണ്ട്. 7 മണിയാവുന്നതിന് മുമ്പ് തന്നെ പത്രവും പാലും മാവും ഒക്കെ വീട്ടുമുറ്റത്തുണ്ടാവും. പത്രം കിട്ടിക്കഴിയുമ്പോഴേ ഞാനതെടുത്ത് മറിച്ച് നോക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളതെന്ന് അറിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഇങ്ങനെ ഒന്ന് ഓടിച്ചു വായിക്കുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ പേജ് തൊട്ടാണ് വായിച്ചു തുടങ്ങുന്നത്. പക്ഷേ വിശാലമായിട്ട് ഒന്നിരുന്നൊക്കെ വായിക്കുകയാണെങ്കിൽ ഞാൻ പത്രത്തിൻ്റെ അവസാനത്തെ പേജാണ് ആദ്യം വായിക്കുന്നത്. അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോയെന്നും അറിയില്ല. പിന്നെ മിക്കവർക്കും പത്രത്തിൽ ഏറ്റവും ഇഷ്ടം സ്പോർട്സ് പേജായിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പേജും അതുതന്നെയാണ്. ഇങ്ങനെ നിന്ന് സമയം കളയണ്ട എന്ന് കരുതി ഞാൻ പത്രവും മുടക്കി പാലും മാവും ഒക്കെ എടുത്ത് അകത്തേക്ക് പോയി. പിന്നീട് ഞാൻ വീട്ടിലെ ജനാലകളൊക്കെ തുറന്നിടാറുണ്ട്. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ജനാലയും വാതിലും ഒക്കെ തുറന്നിടുക എന്നുള്ളത്. കാരണം രാത്രി മുഴുവൻ ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ആ കാറ്റും ഇളം വെയിലും നല്ല വെളിച്ചമൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ അടുക്കള ജനാലകൾ തുറന്നിടാനാണ്. നമ്മുടെ വീട്ടിൽ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നല്ലേ അടുക്കള. എപ്പോഴും തീയും പുകയും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ കയറുമ്പോഴേക്കും ഞാൻ ഈ ജനലുകളൊക്കെ തുറന്നിടും. ഈ ജനൽ തുറക്കുമ്പോൾ തന്നെ നല്ല കാറ്റടിക്കും. അതിനുശേഷം ഞാൻ വീടിൻ്റെ മുറ്റവും വീടിൻ്റെ അകഭാഗവും ഒക്കെ ഒന്ന് തൂത്തിടാറുണ്ട്. കുറച്ച് നാൾ മുന്നേ വരെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിൻ്റെ ഉൾവശമൊക്കെ തൂത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെ തന്നെ അത് ചെയ്യാറുണ്ട്. അതിനുശേഷം കോഫി ടേബിളും ഡൈനിങ് ടേബിളും ഒക്കെ ഒന്ന് തുടച്ചിടാറാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്ന് പുട്ടും പയറും പപ്പടവും ഒക്കെ ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ഈ വാഷ് ബേസിൻ റെക്റ്റാങ്കിൾ ഷേപ്പിലായതുകൊണ്ട് ഇതിലെപ്പോഴും കുറച്ച് വെള്ളം തങ്ങി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എന്നും ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ തുണിയൊക്കെ വാഷ് ചെയ്യും. സാധാരണ ഞാനങ്ങനെ മെഷീനിലിട്ട് അലക്കാറില്ല. ഇതിന് മുന്നേ അടുക്കള ജോലികളും തുണിയലക്കും ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കുളിക്കാൻ പോയിരുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള ക്ലീനിങ്ങും ബ്രേക്ക്ഫാസ്റ്റും തുണിയലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിലോട്ട് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ എനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു മുസൽമാന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് 5 നേരത്തെ നമസ്കാരം. അമുസ്ലിങ്ങളായിട്ടുള്ള പല സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട്, നീ 5 നേരം പ്രാർത്ഥിക്കുമല്ലേ, അപ്പോൾ നീ കടുത്ത വിശ്വാസിയായിരിക്കുമല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആരാധനയാണ്. സത്യത്തിൽ നമ്മൾ നമസ്കാരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാൻ കഴിയില്ല. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു വെപ്രാളം വരും, നമസ്കരിച്ചില്ലല്ലോ എന്ന്. സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണം കൂടിയാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ ദുആയ്ക്ക് മുമ്പ് ഒരായത്തുൽ കുർസി ഓതി നെഞ്ചത്ത് ഓതാറുണ്ട്. ഇത് പതിവാക്കിയവരും സ്വർഗവും തമ്മിൽ മരണത്തിൻ്റെ മറ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നീട് ദുആയ്ക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് 3 തവണ പറയാറുണ്ട്. നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ വരുത്തുന്ന തെറ്റുകൾക്കുള്ള മാപ്പപേക്ഷയാണത്. അതിനും ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇവ 3ഉം 33 തവണ വീതം ചൊല്ലാറുണ്ട്. പണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹു വീട്ടുജോലികൾ ചെയ്ത് തൻ്റെ കൈയൊക്കെ വല്ലാണ്ട് വേദനിക്കുന്നു, തനിക്കൊരു അടിമയെ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അതിന് അദ്ദേഹം നമസ്കാരത്തിന് ശേഷം ഇത് 33 തവണ ചൊല്ലാനാണ് പറഞ്ഞത്. അതിനുശേഷം ഒരിക്കൽ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്രം. വീഡിയോ കാണുന്ന എല്ലാവർക്കും 5 വഖത്ത് നമസ്കാരം വീഴ്ചയില്ലാതെ കൃത്യമായി നിർവഹിക്കാനും നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്താനും അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ കുറച്ചു പേർക്കെങ്കിലും സുബഹി കൃത്യസമയത്ത് നിർവഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്.
തീർച്ചയായിട്ടും ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠം നിസ്കാരമാണ്. നമസ്കാരം കഴിഞ്ഞാൽ അത്രയും തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ ഓതൽ. ഞാനത് ചെയ്യുന്നത് സന്ധ്യാസമയത്താണ്, അതായത് മഗ്‌രിബിൻ്റെ സമയത്ത്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് അതേ നിസ്കാരപ്പായിൽ തന്നെ ഇശാ വരെ തുടരാനാണ് എനിക്കിഷ്ടം. ഖുർആൻ പാരായണം കഴിഞ്ഞാൽ കുറച്ച് നേരം മുസല്ലയിൽ കിടക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു ഖത്തം ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം പകുതിയായിട്ടുണ്ട്. നോക്കിക്കൊണ്ടിരുന്നാൽ പോലും പ്രതിഫലമുള്ള 3 കാര്യങ്ങളുണ്ട്. 1 കഅബ, 2 ഖുർആനാണ്. അതുകൊണ്ട് തന്നെ കാണാതെ ഓതുന്നതിനേക്കാൾ ഖുർആൻ കയ്യിലെടുത്ത് ഓതുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. 3 നമ്മുടെയൊക്കെ ഉമ്മമാരാണ്. അതിനുശേഷം ഞാൻ സൂറത്ത് മുൽക്ക് ഓതാറുണ്ട്. അത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാണ്, ഡെയിലി സൂറത്ത് മുൽക്ക് ഓതണമെന്ന്. അതിനുശേഷം ഞാൻ പതിവായി ഓതാറുള്ളത് യാസീനാണ്. മിക്ക മുസ്ലിംസും മുടങ്ങാതെ ഓതുന്നൊരു കാര്യമായിരിക്കും യാസീൻ. ഖുർആൻ ഓതാതെ ഒരു ദിവസം പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതിലെന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്